ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡാറ്റ അനാലിസിസിന് ഉപയോഗിക്കുന്ന ഓൾട്ടറിക്സ് എന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ഇതിന്റെ ഫ്രീ വെർഷൻ, ട്രയൽ വെർഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. പ്രോഗ്രാമിങ്ങോ മറ്റു കാര്യങ്ങളോ അറിയാത്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഡാറ്റ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിന്റെ ഇന്റർഫേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിതിൽ ഇന്ന് പഠിക്കുന്നത് 2 ടൂൾസ് ആണ്. ഇൻപുട്ട് ഡാറ്റ ടൂളും ഫോർമുല ടൂളും. നിങ്ങൾക്ക് കാണാം ഇവിടെ പല ഫീൽഡുകളുണ്ട്. ജോയിൻ, പ്രിപ്പറേഷൻ, പാസ്. സോ ഇതിൽ ഇൻ ഔട്ട് എന്ന് പറയുന്ന ഫീൽഡിന് കീഴിലാണ് നമ്മുടെ ഇൻപുട്ട് ഡാറ്റ ടൂള് കിടക്കുന്നത്. ഈ ടൂള് നിലവിലുള്ള ഒരു ഡാറ്റ ഫയലിനെ ഇതിലേക്ക് ലോഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം സെറ്റപ്പ് കണക്ഷൻ എന്ന്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 4 ഫീൽഡുകളാണ് ഇവിടെ വരുന്നത്. റീസെന്റ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത ഫയലുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഫയൽസിൽ നമുക്ക് 2 തരത്തിൽ ഡാറ്റ ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നുള്ള ഓപ്ഷനും സെലക്ട് ഫയൽ എന്നുള്ള ഓപ്ഷനും. അത് കൂടാതെ ഇവിടെ ഡാറ്റ സോഴ്സസ് നമുക്ക് ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാനും നിങ്ങളുടെ കമ്പനിക്ക് ഏതെങ്കിലും സെർവർ ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് ഫയൽസിലേക്ക് വന്നു. ഞാനിപ്പോ സെലക്ട് ഫയൽ എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഡാറ്റ കിടക്കുന്ന ഫോൾഡർ ഓൾറെഡി ഓപ്പൺ ആണ്. ഞാൻ നേരത്തെ ഇതിൽ നിന്ന് ഡാറ്റ ലോഡ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് വന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൾഡർ എവിടെയാണോ അത് നിങ്ങളുടെ PC-യിൽ കണ്ടെത്തി ആ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഞാനിവിടെ ഫോർമുല ടൂൾ പ്രാക്ടീസ് എന്നുള്ള ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒരു എക്സൽ വർക്ക് ബുക്കിൽ പല ഷീറ്റുകൾ ഉണ്ടാവും. ഇവിടെ എൻ്റെ ഫയലിൽ ഒരൊറ്റ ഷീറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരൊറ്റ ഷീറ്റ് മാത്രം കാണിക്കുന്നത്. ഒന്നിലധികം ഷീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് അതിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡ് ലിമിറ്റ്, ഓപ്ഷൻസിന് കീഴിൽ റെക്കോർഡ് ലിമിറ്റ്, ഫയൽ ഫോർമാറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് റെക്കോർഡ് ലിമിറ്റ് എന്നുള്ളതിൽ നമ്മൾ എന്ത് നമ്പർ ആണോ കൊടുക്കുന്നത് അത്രയും നമ്പർ ഓഫ് റോസ് മാത്രമേ ഔട്ട്പുട്ടിൽ വരത്തുള്ളൂ. ഇപ്പൊ ഞാൻ അവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഒന്നും കൊടുക്കാതിരുന്നാൽ എല്ലാ റോസും നമുക്ക് ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും. ഞാനിപ്പോ ഇതൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം റിസൾട്ട്സ് എന്നുള്ള റീജിയനിൽ നമ്മുടെ ടേബിൾ വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ ടേബിൾ ആണ്. 5 റോസ് മാത്രമേ അതിനകത്തുള്ളൂ. ഇനി ഞാനിവിടെ റെക്കോർഡ് ലിമിറ്റിൽ 2 കൊടുക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഔട്ട്പുട്ടിലാകെ 2 റോസ് മാത്രമേ വരുന്നുള്ളൂ. ആദ്യത്തെ 2 റോസ് രഞ്ജിത്ത്, അഞ്ജിത, ഈ 2 പേരുടെ ഡാറ്റ മാത്രമാണ് അവിടെ വരുന്നത്. തിരിച്ച് ഞാനത് പഴയതുപോലെ ആക്കിയാൽ വീണ്ടും റൺ ചെയ്യുമ്പോൾ പഴയ ടേബിൾ അവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ മെറ്റാ ഡാറ്റ, ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഡാറ്റ ടൈപ്പിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഇവിടുന്ന് കിട്ടും. അതുപോലെ ഓരോ കോളത്തിന്റെ നെയിം ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോഴ്സ് ഫയൽ, ഈ ഫോൾഡർ ഏതായിരുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻപുട്ട് ടൂളിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമ്മുടെ ഫോർമുല ടൂൾ, ഇത് കണ്ടോ, ഞാൻ ടൂൾ എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിതിവിടെ വെച്ചു.
അപ്പോൾ ഫോർമുല ടൂൾ എടുത്തിരിക്കുന്നത് പ്രിപ്പറേഷൻസ് എന്നുള്ള ഫീൽഡിൽ നിന്നാണ്. ഇനി അപ്പോൾ ഫോർമുല ടൂൾ എടുത്തത് നമുക്ക് ഈ ടേബിളിൽ ഇനി കുറച്ച് കോളംസ് കൂടി വേണം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ആദ്യം നോക്കൂ, ഇതിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും തന്നിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഒരു കോളത്തിൽ ഇവരുടെ ഫുൾ നെയിം വേണം. അപ്പം ഞാൻ അവിടെ നെയിം എന്ന് മാത്രം കൊടുത്തിട്ട് അപ്പം എനിക്ക് ആ കോളം മാത്രം മതി. ഇനി ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒരുമിച്ച് ഒറ്റ നെയിം ആക്കാൻ പോവാണ്. അപ്പം അതിന് ഞാനിവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പം നിങ്ങൾക്ക് കാണാം അവിടെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഓപ്ഷൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ കോളത്തിൻ്റെ എല്ലാം ഹെഡിങ് ആണിത്. ഈ ടേബിളിൽ അവൈലബിൾ ആയിട്ടുള്ള കോളത്തിൻ്റെ ഹെഡിങ് ആണ് ഈ കിടക്കുന്നത്. അതിൽ ഫസ്റ്റ് നെയിം ഉണ്ട്, ഞാനത് ചൂസ് ചെയ്തു. ഇനി ഞാനിവിടെ ഒരു പ്ലസ് സൈൻ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ പേര് എഴുതുമ്പോൾ ശരിക്കും രഞ്ജിത്ത് ശിവ എന്നാണെങ്കിൽ അതിനിടയിൽ ഒരു സ്പേസ് വേണം. ഇപ്പം ഞാനിവിടെ ഡയറക്റ്റ് ലാസ്റ്റ് നെയിമിൻ്റെ കോളം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് അവിടെ വരില്ല. ഞാൻ ഔട്ട്പുട്ട് ഒന്ന് കാണിക്കാം. രഞ്ജിത്ത് ശിവ എന്ന് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പം അവിടെ സ്പേസ് വരണം എന്നുണ്ടെങ്കിൽ ഈ പ്ലസ് സൈൻ കഴിഞ്ഞിട്ട് ഒരു ഇൻവേർട്ടഡ് കോമ ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പേസ് കൊടുക്കണം. ഞാൻ വീണ്ടും റൺ ചെയ്യുകയാണ്. അപ്പോൾ രഞ്ജിത്ത് ശിവ എന്നുള്ള ഔട്ട്പുട്ട് അവിടെ വന്നിട്ടുണ്ട്. അഞ്ജിത ഹരി അവരുടെ എല്ലാ പേരുകൾക്കിടയിൽ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഇനി ഈ ഫോർമുല ടൂളിൽ തന്നെ എനിക്ക് അടുത്ത ഫോർമുല കൂടി ആഡ് ചെയ്യണം, അടുത്ത കോളത്തിന് വേണ്ടുന്ന ഫോർമുല. അപ്പം ഞാനിവിടെ പ്ലസ് കൊടുത്തു, സെലക്ട് കോളം എന്നുള്ളിടത്ത് ആഡ് കോളം എന്ന് കൊടുത്തു. അപ്പം അവിടെ വേണ്ടുന്നത് എനിക്ക് അവരുടെ ഏജ് വേണം. ഏജ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഫോർമുലയുടെ ഉള്ളിൽ വന്നു. അപ്പോൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇയർ ഇപ്പം 2025 ആണ്. അതിന്ന് അവരുടെ ബർത്ത് ഇയർ കുറയ്ക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിത് റൺ ചെയ്തു. അപ്പം ഏജ് എന്നുള്ള കോളത്തിൽ ഇത് വന്നിട്ടുണ്ട്. മെറ്റാഡാറ്റ നോക്കിയാൽ ബർത്ത് ഇയർ ഡബിൾ ആയിട്ടാണ് കിടക്കുന്നത്. ന്യൂമറിക്കൽ വാല്യൂ ആയതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ന്യൂമറിക്കൽ ആയതുകൊണ്ടാണ് ഇവിടെ ഈ -8 ബർത്ത് ഇയർ കൊടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ഇനി എനിക്ക് ഇവരുടെ ഒരു ബോണസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ബോണസ് പെർസെൻറ്റും തന്നിട്ടുണ്ട്, സാലറിയും തന്നിട്ടുണ്ട്. ബോണസ് എമൗണ്ടിൽ തന്നിട്ടില്ല. അപ്പം ഞാനത് കണ്ടുപിടിക്കാൻ വേണ്ടി സാലറീനെ ബോണസ് പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ അവിടെ ബോണസ് എമൗണ്ട് വന്നു. ഇനി അടുത്ത ഫോർമുലയിൽ നമുക്കിവിടെ ജോയിനിങ് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് എനിക്ക് ഇയർ ഓഫ് ജോയിനിങ് വേണം. അപ്പം ഞാനിവിടെ പ്ലസ് ഇട്ടു, പുതിയ ഒരു ഫീൽഡിൽ ഇയർ ഓഫ് ജോയിനിങ്.
ഓക്കെ, അതിന് നമുക്കിവിടെ കുറേ ഫോർമുലാസ് അവൈലബിൾ ആണ്. അപ്പൊ അതൊന്ന് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇത്രയും നേരം ഞാൻ ടൈപ്പ് ചെയ്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതില് ഈ ഡേറ്റ് ടൈം എന്നുള്ളതിനകത്ത് ഡേറ്റ് ടൈം ഇയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു DT. അപ്പൊ DTയുടെ ഉള്ളിൽ ആ ഡേറ്റ് കിടക്കുന്ന കോളത്തിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇയർ ഓഫ് ജോയിനിങ് കിട്ടും. ജോയിൻ ഡേറ്റ് ഞാൻ കൊടുത്തു, ഞാൻ റൺ ചെയ്യാണ്. ഇയർ ഓഫ് ജോയിനിങ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ജോയിൻ ഡേറ്റ് എന്നുള്ള കോളത്തിൽ നിന്ന് ഇയർ ഓഫ് ജോയിനിങ് മാത്രം അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എനിക്ക് എത്ര വർഷം ഇവർ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു എന്ന് അറിയണം. അപ്പോ അത് സീനിയോറിറ്റി എന്ന് പറഞ്ഞു കൊടുക്കാം. സീനിയോറിറ്റി അത് ഡേറ്റ് ടൈം ഇതിൽ തന്നെ ഡേറ്റ് ടൈം ഡിഫറൻസ് എടുത്തിട്ട് ഇപ്പോഴത്തെ ഡേറ്റും ഇവർ ജോയിൻ ചെയ്ത സമയത്തെ ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇപ്പോഴത്തെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് ഡീന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ, ഡേറ്റ് ടൈം വെച്ചിട്ടുള്ള എല്ലാ ഫോർമുലാസും അവിടെ വരുന്നുണ്ട്. അതിൽ ഡേറ്റ് ടൈം നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് ടൈം നൗ ഈ TZ കൊടുത്തിരിക്കുന്നത് ടൈം സോൺ ആണ്. ആ ടൈം സോൺ കൊടുക്കാതിരുന്നാൽ നമ്മുടെ റീജിയന്റെ ടൈം സോൺ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അത് കൊടുക്കാതിരുന്നാൽ മതി. ഇനി വേറെ ഏതെങ്കിലും ഭാഗത്തെ ടൈം സോൺ ആണ് വേണ്ടതെങ്കിൽ അതവിടെ സ്പെസിഫൈ ചെയ്യണം. ഇനി ഡേറ്റ് 2 എന്ന് പറയുന്നത് അവരുടെ ജോയിനിങ് ഡേറ്റ് ആണല്ലോ. ഇനി നമുക്ക് ഏത് യൂണിറ്റിലാണ് ഇത് വേണ്ടത്? വർഷങ്ങളിലാണോ, ദിവസങ്ങളിലാണോ, മാസങ്ങളിലാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ യൂണിറ്റ് എന്നുള്ള ഭാഗത്ത് എനിക്കത് ഇയേഴ്സിലാണ് വേണ്ടത്. അപ്പോ ഡബിൾ കോട്ട്സിന്റെ ഉള്ളില് ഇയേഴ്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്യുവാണ്. ഇത് താഴത്തത് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രോൾ ബാർ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. വലിയ ടേബിളൊക്കെ ലോഡ് ചെയ്യുമ്പം ഇവിടെയും ഒരു സ്ക്രോൾ ബാർ വരും. അപ്പോൾ അതിന്റെ താഴെ വരെ സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഇതിപ്പോ ചെറിയൊരു 5 റോ മാത്രമുള്ള ഒരെണ്ണം ആയതുകൊണ്ടാണ് നമുക്ക് മുഴുവൻ ടേബിളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് നോക്കി നമുക്ക് വേണ്ടുന്ന ഭാഗത്തേക്ക് പോകണം. അപ്പൊ സീനിയോറിറ്റി എന്നുള്ളതും അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കാം, ഇതെല്ലാം ഇങ്ങനെ ചെറിയ രൂപത്തിൽ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഫോർമുലാസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡാറ്റ സെറ്റ് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ.